ഹലോ ഗൈസ്, ആഫ്റ്റർ എ 2 day ലോങ് ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ, പവർഫുൾ ആയിട്ട്. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എപ്പോഴത്തെ പോലെ തന്നെ ടെക് വീഡിയോ ആണ് മക്കളെ. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മൈക്രോമാക്സ് ഫോൺ അറിയാലോ ഗൈസ്. ലോകത്തെ ഏറ്റവും പൊട്ട ഫോൺ മൈക്രോമാക്സ്. ഒരു നന്നായിട്ട് ഒരു സാധനം ഇറക്കാറില്ല ആ ഫോണിന്റെ ബ്രാൻഡിന്. ഓക്കെ, അവരുടെ പുതിയതായിട്ടില്ലേ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേറെ ഒന്നുമല്ല, മൈക്രോമാക്സ് IN2C. ഓക്കെ, ഇതാണ് മൈക്രോമാക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ്. 2022 ഈ ഫോൺ ഇറങ്ങുന്നത്. ഓക്കെ, ഞാനിപ്പോഴാണ് പക്ഷെ അറിയണത്. ഞാൻ 2026 ഞാൻ ആ ഫോണിനെ പറ്റി അറിയണത്. ഓക്കെ, അപ്പൊ ഈ ഫോണിന്റെ ഫീച്ചേഴ്സും പിന്നെ എന്റെ ഒപ്പീനിയനും ആണ് ഞാൻ നിങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഫോൺ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ഒട്ടും സമയങ്ങളായിട്ട് നേരെ നമ്മുടെ വീഡിയോ. കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, ഞാൻ അവതരിപ്പിക്കുകയാണ് മൈക്രോമാക്സ് IN2C. ഓക്കെ, ഈ ഫോൺ ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ 2022 എന്നാണ് ഇറങ്ങിയത് എനിക്ക് അറിയില്ല ഗൈസ്, കറക്റ്റ് ആയിട്ട് ഡേറ്റ് അറിയില്ല. ഇയർ എന്ന് പറഞ്ഞാൽ 2022. ഓക്കെ, പിന്നെ ഗൈസ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ എന്ന് പറഞ്ഞാൽ 6.52 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, ഒരു നോർമൽ ഡിസ്പ്ലേ. നോർമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നോർമൽ ഡിസ്പ്ലേ. ഓക്കെ, ഒരു നോർമൽ സൈസ് ആണ് ആ ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് ആണ്, നോർമൽ സൈസ് ആണ്. ഓക്കെ, അതാണ് ഡിസ്പ്ലേനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പൊ എല്ലാ ഫോണുകളിലും 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഓക്കെ, പക്ഷേ ഈ ഫോൺ മൈക്രോമാക്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണായിട്ട് പോലും അവര് 60 Hz ആണ് റിഫ്രഷ് റേറ്റ് കൊടുത്തേക്കണത്. ഇതിന് നിങ്ങൾ പ്രതിരോധിക്കണ്ടേ ഗൈസ്, പ്രതിരോധിക്കണ്ടേ ലാൽ സലാം. ഓക്കെ, പ്രതിരോധിക്കണം ഗൈസ്. 60 Hz ഗൈസ് റിഫ്രഷ് റേറ്റ് കൊടുത്തേക്കണത്. ഓക്കെ, പിന്നെ ഗൈസ് ഈ ഫോണിന്റെ ബാറ്ററി തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ബാറ്ററി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സത്യം പറയട്ടെ. 5000 mAh ഒരു ബാറ്ററിയാണ് ഗൈസ് കമ്പനി മൈക്രോമാക്സ് IN2C കൊടുത്തേക്കുന്നത്. 5000 mAh അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യമായിട്ടും പറയാല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട്. 5000 mAh ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഓക്കെ, പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ മെമ്മറി ആൻഡ് സ്റ്റോറേജ് ആണ് ഗൈസ്. ഈ ഫോണിൽ വന്നേക്കണം മെമ്മറി ആൻഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 3 GB. ഓക്കെ ഗൈസ്, 3 GB റാമും 32 GB ഇന്റേണൽ സ്റ്റോറേജ് ഉള്ളു ഗൈസ്. ഓക്കെ, അത് ഓർക്കുമ്പോ വളരെ ദുഃഖമേറുന്നുണ്ട് ഗൈസ്. നല്ല വിഷമമുണ്ട്. 3 GB റാം, എൻ്റെ പൊന്നോ, 32 GB ഉള്ള ഗൈസ് ഇന്റേണൽ സ്റ്റോറേജ്. കൂടി വന്ന അരക്കൊല്ലം വരെ ഉപയോഗിക്കുക. ഓക്കെ, ഒരു കൊല്ലം പോലും പോകുന്ന ഈ ഫോൺ എനിക്ക് സംശയമുണ്ട്. ഒരു കൊല്ലം പോലും ഈ ഫോൺ പോകാൻ പോകണില്ല. അരക്കൊല്ലം ഈ ഫോൺ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഉപയോഗിക്കാം. ഓക്കെ, 3 GB റാമുള്ളൂ, 32 GB ഇന്റേണൽ സ്റ്റോറേജ് ഉള്ളൂ. ഓക്കെ, പിന്നെ ഗൈസ് ഈ ഫോണിൽ വന്നേക്കണം പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒക്ടാ കോർ യൂണിസോക്ക് T610 പ്രൊസസ്സറാണ് ഗൈസ് ഈ ഫോണിൽ വന്നേക്കണം പറഞ്ഞാൽ. ആ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വലിയ പവർഫുൾ ഒന്നും അല്ല, വെറും പൊട്ട പ്രൊസസ്സറാണ്. ഭയങ്കര ലോ ക്ലാസ്, ലോ ക്വാളിറ്റി, ലോ ചീപ്പ് പ്രൊസസ്സറാണ് ഈ ഒക്ടാ കോർ യൂണിസോക്ക് T610 എന്ന് പറഞ്ഞ പ്രൊസസ്സർ. ഭയങ്കര ചീപ്പാണ് ഗൈസ്. ഭയങ്കര പിശുക്കന്മാരാണ് സത്യം പറയാൻ, ഭയങ്കര പിശുക്കന്മാരാണ്. ഇവന്മാരുടെ ഫോണൊന്നും ആരും വാങ്ങരുത്. അടച്ചൂട്ടി വീട്ടിൽ പോട്ടെ ഈ കമ്പനിയും പൂട്ടി, മൈക്രോമാക്സ് കമ്പനിയും പൂട്ടിയിട്ട്. ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോണാണ്, അതിന്റെ മെമ്മറി സ്റ്റോറേജ് ഒക്കെ കണ്ടുനോക്ക് നിങ്ങൾ. ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ ജാമ്പവാന്റെ കാലത്തിന്റെ ഡിസ്പ്ലേക്ക് ഈ ഫോൺ എടുത്ത് വെച്ചേക്കണത്. പിന്നെ ആകെയെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ സൈസാണ് ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. HD എന്നൊക്കെ പണ്ട് ജാമ്പവാന്റെ കാലത്തുള്ള HD ആണ് ഇപ്പോൾ ഈ ഫോൺ കൊണ്ട് വെച്ചാൽ ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണായിട്ട് പോലും. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രതിരോധിക്ക്. ഓക്കെ, പിന്നെ ഗൈസ് പ്രൊസസ്സർ കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ബാറ്ററി സോഫ്റ്റ്വെയർ ഗൈസ് ഈ ഫോണിൽ വന്നേക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മോഡേൺ ഫോണുകൾക്കും Android 16 ആണ് സോഫ്റ്റ്വെയർ ഉള്ളത്. ഈ ഫോണിൽ വന്നേക്കുന്നത് പറഞ്ഞാൽ Android 11 ആണ് ഗൈസ്. ഓക്കെ, Android 11. എന്തുകൊണ്ടാണ് മൈക്രോമാക്സ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നില്ല. എന്തായാലും ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? Android 11 എന്താണ് നിങ്ങൾക്ക് മിനിമം Android 16 സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പാടിരുന്ന എന്റെ കരുണയായ ആപത്യം ഞാൻ അറിയിക്കുകയാണ് ഗൈസ്. ഓക്കെ, Android 11 ആണ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ തന്നെയെന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഗൈസ് ചാർജർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഗൈസ്, ഭയങ്കര ദുഃഖമേറുന്നുണ്ട്. എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം ഗൈസ്, 10 വാട്ടിന്റെ ഒരു ചാർജറാണ് ഗൈസ് വരുന്നത്. 10 വാട്ടിന്റെ ഒരു അഡാപ്റ്റർ. ഓക്കെ, 10 വാട്ടിന്റെ ഒരു സാധാരണ അഡാപ്റ്റർ. ചാർജ് എപ്പോൾ ഫുൾ ആവുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു 1.5 ദിവസം ചാർജിൽ കുത്തിയിടുമോ? 1.5 ദിവസം ചാർജിൽ കുത്തിയിട്ടാൽ മാത്രമേ ഫോണിൽ 100% ചാർജ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, 10 വാട്ടാണ് ഗൈസ് ഏറ്റവും ലോ. ഭയങ്കര പിശുക്കി ഉണ്ടാക്കിയേക്കാണ് ഗൈസ് മൈക്രോമാക്സ് 10 വാട്ടേണ് ചാർജറിന്. ഓക്കെ ഗൈസ്, ഈ ഐഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 5000 mAh ആണ് ഗൈസ് ബാറ്ററി. ഈ ബാറ്ററിക്ക് ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ ബാറ്ററി കേടായ ഈ ഫോൺ നിങ്ങൾ
ദൂരെ വലിച്ചെറിയേണ്ടി വരും. കാരണം എന്താ പറയുക, ഈ ഫോണിൻ്റെ ബാറ്ററി കേടായാൽ നിങ്ങൾക്കായിരുന്നു എന്നീത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ബാറ്ററി മാറാമല്ലോ, ബാറ്ററി മാറി വേറെ ബാറ്ററി ഇടല്ല. ഗൈസ്, ഈ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തില്ല. ഇതവരെ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ഫോണിൽ ഫിക്സ് ചെയ്താൽ വരുന്നത്. ഓക്കെ, ആ ഫോണിൻ്റെ ബാറ്ററി കേടായ ഈ ബാറ്ററി നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, നോൺ റിമൂവബിൾ ആണ്. നമുക്ക് ആ ഫോണിൻ്റെ ബാറ്ററി ഇങ്ങനെ ഇളക്കിയെടുക്കാൻ ഒന്നും പറ്റത്തില്ല. ബാറ്ററി കേടായ ഫോൺ നേരെ ഡസ്റ്റ്ബിന്നിലോട്ട് കിടക്കും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. കൂടി വന്ന 1/2 കൊല്ലം എന്നാലേ ആ ഫോണിൽ നിലനിൽക്കുള്ളൂ. ഓക്കെ, അതാണ് ഗൈസ് ഫോണിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ. ഗൈസ്, പിന്നെ ഇല്ലേ ഗൈസ്, ഒരു കാര്യം ഞാൻ മറന്നു പറയാൻ. എന്താ പറയുക ഗൈസ്, ഈ ഫോണിന് വന്നേക്കണം ക്യാമറ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജാതി മോശം. ഓക്കെ, പറയട്ടെ ഗൈസ്, 8 MP മെയിൻ റെയർ പ്രൈമറി ക്യാമറ 8 MP. ഓക്കെ, 8 MP തന്നെ ഉള്ളൂ മെയിൻ റെയർ പ്രൈമറി ക്യാമറ. പിന്നെ 5 MP ഫ്രണ്ട് സെൽഫി ക്യാമറ. ഓക്കെ, അതാണ് ഈ ഫോണിലെ ക്യാമറ എന്ന് പറഞ്ഞാൽ. പിന്നെ അൾട്രാ വൈഡ് ഫോണിൽ വന്നേ ഇല്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാന്ന് അറിയാം, എന്നിട്ട് അൾട്രാ വൈഡ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടേ ഇല്ല. 8 MP ഒരു ക്യാമറ, മെയിൻ റെയർ ക്യാമറ, 5 MP അൾട്രാ വൈഡ് ഫ്രണ്ട് സെൽഫി ക്യാമറയാണ് ഈ ഫോണിൽ വന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അൾട്രാ വൈഡ് ഇല്ല ഗൈസ്. നിങ്ങൾക്ക് എന്താ ഗൈസ് പറയാനുള്ള? ഒരു ഇത്തിരി പോലും നല്ല ഫോട്ടോസ് ഈ ഫോണിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. അത് നടക്കുന്നില്ല, സാപമല്ലേ വരാം. ഇമ്പോസിബിൾ ഓഫ് ദ ഇമ്പോസിബിൾ ആണ് ഗൈസ്. ഓക്കെ, അത്രയൊരു മോശം ക്യാമറയാണ്. ഓക്കെ, പിന്നെ അടുത്തിലോട്ട് പോകാം ഗൈസ്. കമോൺ, ഇനി ഫോണിന്റെ വില കേൾക്കണോ ഗൈസ്? വില എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ടില്ല. കാരണം ഏറ്റവും പിശിക്ക് കൊടുത്തേക്കൊണ്ട് മൈക്രോമാക്സിന് അറിയാം ഏറ്റവും വില കുറച്ചിട്ടാൽ പോലും ആര് വാങ്ങാൻ പോണില്ലെന്ന് അറിയാം. അതുകൊണ്ട് അവർ ഏറ്റവും വില കുറച്ചിട്ട് ഇട്ടേക്കണം. എത്ര രൂപ എന്നറിയാം ഗൈസ്? 6000 രൂപ ഉള്ളൂ. ഓക്കെ, 6000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഫോൺ പോലും ഈ ഫോണിനെ പറയില്ല ഗൈസ്. കാരണം 1 കൊല്ലം പോലും ഈ ഫോൺ നിൽക്കൂല. 1/2 കൊല്ലം പോലും നിന്നാൽ നിങ്ങളുടെ ഭാഗ്യം ഗൈസ്. ഓക്കെ, നിങ്ങളൊന്ന് ഉപയോഗിച്ച് ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ സ്റ്റോറേജ് നിറയും. 3 GB റാം തന്നെ ഉള്ളു. വളരെ മോശം ഫോൺ. പിശിക്ക് പൈസ കുറച്ചുണ്ടാക്കിയ ഫോണാണ്. എന്തുകൊണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല. മിക്കവാറും കമ്പനി പൂട്ടിപ്പോവും. കാരണം അത്രയ്ക്ക് മോശം ഫോണാണ് ഗൈസ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് ഗൈസ്. കാരണം എന്നറിയോ, ഈ ഫോണിലെ ഗൈസ് 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതെനിക്ക് വളരെ സന്തോഷമുള്ള കാരണം എന്താ പറയുക ഗൈസ്, ഇപ്പോഴത്തെ ഒരു ഫോണുകളിലും ഹെഡ്ഫോൺ ജാക്ക് വന്നില്ല. ഓക്കെ, ചാർജറിന്റെ സൈഡിലായിട്ട് ഈ ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ് ഈ ഫോണിൽ ഇല്ല കേട്ടോ. ഓക്കെ, വിഷമമേറിയ കാര്യം എന്നറിയാം, ഫിംഗർ പ്രിന്റ് ഫോണില്ല, ഫേസ് ID ഉണ്ട് ഗൈസ്. ഓക്കെ, ഒരു നോർമൽ ഫോണായിട്ട് പോലും, നോർമൽ ഡെയിലി യൂസ് ഫോണായിട്ട് പോലും എനിക്ക് ഈ ഫോണിനെ അവതരിക്കാൻ പറ്റത്തില്ല ഗൈസ്. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു ഫോണാണ് ഈ ഫോൺ. ആരും ഈ ഫോൺ വാങ്ങരുത്. മൈക്രോമാക്സിന്റെ ഒന്നും വാങ്ങരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് പൈസ കുറച്ച് ചീപ്പായിട്ട് അവർ വിൽക്കാൻ നോക്കുള്ളൂ. ഇതിന്റെ എന്തായിക്കോട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, പിന്നെന്തായിരുന്നു ചാർജർ ആയിക്കോട്ടെ, മെമ്മറി ആൻഡ് സ്റ്റോറേജ് ആയിക്കോട്ടെ, എല്ലാം മോശമാണ് ഗൈസ്. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടേക്കെന്ന് പറഞ്ഞാൽ ബാറ്ററിയാണ്. 5000 mAh ഉണ്ട്. പക്ഷെ ബാറ്ററി കേടായ ഫോൺ ഡസ്റ്റ്ബിന്നിൽ കിടക്കും ഗൈസ്. കാരണം ബാറ്ററി ഊരിയെടുത്ത് വേറെ ബാറ്ററി വെക്കാൻ പറ്റത്തില്ല, ഇളക്കെടുക്കാൻ പോലും പറ്റത്തില്ല. ഓക്കെ, ബാറ്ററി 5000 mAh ഉണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്കും വന്നിട്ട്. അതാണ് എനിക്ക് സന്തോഷമേറിയ കാര്യം എന്ന് പറഞ്ഞാൽ. വേറെ ഒന്നുമില്ല, ആരും ഈ ഫോൺ വാങ്ങരുതെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വിലമേറിയ വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ നിന്നതിന് വളരെയധികം നന്ദി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വീണ്ടും വരെയൊക്കെ ഇറ്റ്സ് മീ സാബിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.